മഴ കനത്ത് പെയ്യുകയാണ്. കാടാകെ ആടി ഉലഞ്ഞു. ചില്ലകൾ ഒടിഞ്ഞു വീണു. മരങ്ങൾ കടപുഴകി വീണു. അതിശക്തമായ കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാതെ മണ്ട പോയൊരു തെങ്ങ് നിലം പൊത്തി. നിലത്ത് വീണതും ആ കേടായ തെങ്ങ് 4 കഷ്ണമായി. അതിലുണ്ടായിരുന്ന പൊത്തിൽ നിന്നും ഒരു ചെറിയ പക്ഷിക്കുഞ്ഞ് തെറിച്ചു വീണു. മഴവെള്ളത്തിൽ മുങ്ങി വിറച്ചു കിടന്ന അത് തൊള്ള കീറിക്കാറി. ദൂരെ തീറ്റ തേടാൻ പോയ അപ്പൻ മരംകൊത്തി തിരികെ വന്നപ്പോ കുതിർന്ന് തളർന്നു കിടന്ന ആ കുഞ്ഞിനെ കണ്ട് നെഞ്ചു പൊട്ടി അലറി വിളിച്ചു, മോനെ! കോരിച്ചൊരിയുന്ന മഴയത്ത് ജീവച്ഛവമായ അമ്മയില്ലാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് തല ചായ്ക്കാൻ ഒരു ഇടം തേടി മരംകൊത്തി കാടാകെ പറന്നു നടന്നു. പെരുമഴയെ അവൻ വകവെച്ചില്ല. ഇടിമിന്നലിനെ അവൻ പേടിച്ചില്ല. കൂടായ കൂടെല്ലാം കീറിയിറങ്ങി പലരോടും അവൻ സഹായം ചോദിച്ചു. കുരുവിയും കാക്കയും മണ്ണാനുമൊക്കെ നനഞ്ഞ് വിറച്ച് ചാകാറായ മരംകൊത്തിയെ ആട്ടി ഓടിച്ചു. മരംകൊത്തി കണ്ണീരോടെ കുഞ്ഞിനെയും എടുത്ത് കാടിനുള്ളിലേക്ക് പറന്നു. മഴ ഒന്നുകൂടി ശക്തമായി. ഇടിയും മിന്നലും കാടിനെ നടുക്കി. ഘോരമായ ഇടിമുഴക്കത്തിനിടയിലും അങ്ങ് ഉൾക്കാട്ടിൽ വല്ലാത്തൊരു ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഠാക് ഠാക് ഠാക്. തളർന്നു വാടിയ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ആ പെരുമഴയെ വകവെക്കാതെ തലക്കനമുള്ളൊരു തെങ്ങിൽ അച്ഛൻ മരംകൊത്തി ആഞ്ഞാഞ്ഞു കൊത്തുകയായിരുന്നു. ഠാക് ഠാക് ഠാക്. തൂവലുകൾ നനഞ്ഞു കുതിർന്ന് അവന്റെ മേല് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു. നേരം പുലർന്നു. അപ്പോഴേക്കും മഴ ശാന്തമായിരുന്നു. ഇര തേടാൻ പുറത്തിറങ്ങിയ പക്ഷികൾ ഒരു കാഴ്ച കണ്ട് തമ്മിൽ നോക്കി. രാത്രി മുഴുവൻ നനഞ്ഞു വിറച്ച് ഒരു കൂട് കൊത്തിയുണ്ടാക്കിയ ശേഷം തന്റെ കുഞ്ഞിനെ സുരക്ഷിതനായി അതിലിരുത്തി അതേ തെങ്ങിന്റെ കീഴിൽ തന്നെ അച്ഛൻ മരംകൊത്തി ചത്തു വീണ് കിടപ്പുണ്ടായിരുന്നു. കൂടിനുള്ളിലിരുന്ന ആ പിഞ്ചു കുഞ്ഞ് തന്റെ അപ്പന്റെ ചേതനയേറ്റ ശരീരത്തിലേക്ക് തുറച്ചു നോക്കി. വളരെ ശാന്തനായിരുന്നെങ്കിലും അവന്റെ ഉള്ളിൽ പക്ഷേ കനലെരിയുന്നുണ്ടായിരുന്നു. കാഴ്ച കാണാൻ വന്നവരാരും അവനോട് ദയ കാണിച്ചില്ല. അപ്പൻ മരംകൊത്തിയുടെ ശരീരം കഴുകന്മാർ കൊത്തി തിന്നുന്നത് കണ്ടിട്ടും കുഞ്ഞു മരംകൊത്തിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വീണില്ല. മാസങ്ങൾ കടന്നുപോയി. കുഞ്ഞു മരംകൊത്തി ഒറ്റയ്ക്ക് വളർന്നു. കാട്ടിലാരും തന്നെ അവനെ സഹായിക്കാനുണ്ടായിരുന്നില്ല. പരിഹാസങ്ങളെ ഒന്നും അവൻ ഓർത്തു വെച്ചില്ലെങ്കിലും പരിഹസിച്ചവരെയൊക്കെ അവൻ ഓർത്തു വെച്ചിരുന്നു. പതിയെ കാട്ടിനുള്ളിലെ ഓരോ മരത്തിന്റെയും പൊക്കവും വണ്ണവും വിസ്തീർണവും അവൻ മനഃപാഠമാക്കി. ഉറക്കം വിളിച്ച് പുസ്തകങ്ങൾ വായിച്ചും കുത്തിയിരുന്ന് കണക്ക് കൂട്ടിയും വീടുകളുടെ പ്ലാനുകൾ വരച്ച് പഠിച്ചു. ആദ്യം ചെറിയ വീടുകൾ അവൻ കൊത്തിയുണ്ടാക്കി. പിന്നെ രാപ്പകലില്ലാത്ത കഷ്ടപ്പെട്ട് വലിയ ഭംഗിയുള്ള വീടുകൾ പണിത് വിൽപ്പനയ്ക്കായി വെച്ചു. വില പേശാൻ വന്ന സ്വന്തമായി വീടില്ലാത്ത അണ്ണാനോട് യാതൊരു ദയയും കാണിക്കാതെ 300 തൊണ്ടില്ലാത്ത കശുവണ്ടികൾ എണ്ണി വാങ്ങി അവൻ തന്റെ ആദ്യത്തെ വീടിന്റെ കച്ചവടം നടത്തി. പിന്നീട് പ്ലാവിലും തേക്കിലും ഈട്ടിമരത്തിലുമൊക്കെ അതിമനോഹരമായ വീടുകൾ അവൻ കൊത്തിയുണ്ടാക്കി. ആ കാട് നോക്കി നിൽക്കെ മികച്ചൊരു ആർക്കിടെക്റ്റായി അവൻ വളർന്നു. ഒരു നാൾ അവന് തലചായ്ക്കാൻ ഇടം കൊടുക്കാത്തവരൊക്കെ അവൻ കൊത്തിയുണ്ടാക്കിയ വീടുകൾ വിലയ്ക്ക് വാങ്ങി. മരംകൊത്തിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കാട്ടിലുള്ള മരംകൊത്തികളെയെല്ലാം അവൻ തന്റെ തൊഴിലാളികളാക്കി. പണിക്കാർ തികയാതെ വന്നപ്പോ ബംഗാളി മരംകൊത്തികളെ അവൻ തന്റെ സൈറ്റിൽ കൊണ്ടുവന്നു. കാടിന്റെ മുക്കിലും മൂലയിലും അവന്റെ പ്രശസ്തി വളർന്നു. ദ ഫോറസ്റ്റ് മാഗസിൻ അവനെ വാനോളം പുകഴ്ത്തി എഴുതി. കാട്ടിലുള്ളവരെല്ലാം മരംകൊത്തിയെ പറ്റി അറിഞ്ഞു. അവന്റെ വിജയകഥ കേട്ടറിഞ്ഞ ചാനലുകാർ ഇന്റർവ്യൂവിനായി കാത്തുനിന്നു. അവൻ പറഞ്ഞതൊക്കെ കേൾക്കാൻ ആളുകളുണ്ടായി. സിംഹരാജാവിന്റെ ദ യങ് എന്റർപ്രണർ അവാർഡ് അവനെ തേടിയെത്തി. പുതിയൊരു ബിയർ കമ്പനി തുടങ്ങിയപ്പോ മരംകൊത്തിയെ അംബാസഡറായി വെക്കാൻ അവനെ ക്ഷണിച്ചപ്പോൾ അവൻ ഒരു കണ്ടീഷൻ പറഞ്ഞു. കിങ്ഫിഷർ ബിയറിൽ പൊന്മാനിനെ ലോഗോ ആയി വെച്ചതുപോലെ പുതിയ കമ്പനിയുടെ ബിയർ കുപ്പികളിൽ അവന്റെ അപ്പൻ മരംകൊത്തിയുടെ പടം വെക്കണമെന്ന്. കൂടെ ആരുമില്ലെന്നും കുടുംബത്തിൽ ആസ്തിയില്ലെന്നും പറഞ്ഞ് ബാറിൽ പോയി ബിയർ കുടിച്ച് ജീവിതം കളയുന്നവർ ആ കുപ്പിയിലേക്കൊന്ന് നോക്കുക. അതിലെ പൊന്മാനിന് പകരം നിങ്ങൾക്ക് മരംകൊത്തിയെ കാണാൻ പറ്റുന്നുണ്ടോ? മരംകൊത്തി കണ്ട ജീവിതമൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല മക്കളെ. മരംകൊത്തി നിങ്ങൾക്കൊരു ഹീറോ ആണെങ്കിൽ പോയി പണിയെടുക്ക്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.